നമസ്കാരം. ബെഞ്ചിലിരിക്കാൻ ഒരുങ്ങിയ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പിന്നിൽ വച്ച പെൻസിൽ വൃഷണസഞ്ചിയിൽ തുളച്ചുകയറി ഗുരുതര പരിക്ക്. പെൻസിൽ മുന മുറിവിനുള്ളിൽ വെച്ച് കുട്ടി കഴിഞ്ഞത് 15 ദിവസമാണ്. സ്കൂൾ അധികൃതരും ഉപദ്രവിച്ച കുട്ടിയുടെ കുടുംബവും നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നും കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നുമാണ് പരാതി. ആലപ്പുഴ കൊച്ചുകണ്ടം സ്വദേശിയായ യുവാവിന്റെ 8 വയസ്സുള്ള മകനാണ് സ്കൂളിൽ വെച്ച് പരിക്കേൽക്കുന്നത്. കഴിഞ്ഞ ജനുവരി 13 സ്കൂളിൽ ക്ലാസ്സിനിടെ ബെഞ്ചിൽ നിന്നും എണീറ്റ് ഇരിക്കാൻ ഒരുങ്ങിയപ്പോൾ സമീപത്തിരുന്ന കുട്ടി കൂർപ്പിച്ച പെൻസിൽ ബെഞ്ചിൽ വയ്ക്കുകയായിരുന്നു. പെൻസിലിന്റെ മുനയൊടിഞ്ഞ വൃഷണസന്ധിയിലേക്ക് കയറുകയായിരുന്നു. സ്കൂളിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ സ്കൂളിലെത്തി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സമീപമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും വേണ്ട ചികിത്സ ലഭിച്ചില്ല. രാത്രിയായപ്പോൾ വേദന കൂടിയതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മരുന്ന് കഴിക്കാൻ നിർദ്ദേശിച്ച ആശുപത്രിയിൽ നിന്നും തിരികെ വിടുകയായിരുന്നു. ആരോഗ്യം മോശമായതിനെ തുടർന്ന് ജനുവരി 30 വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരിച്ചെത്തി സ്കാൻ ചെയ്തപ്പോൾ പെൻസിൽ മുന വൃഷണസഞ്ചിയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീടാണ് ശസ്ത്രക്രിയയിലൂടെ പെൻസിൽ മുന പുറത്തെടുത്തത്. പിന്നീട് സ്കൂളിലെത്തി പിതാവ് പ്രഥമ അധ്യാപികയെ കാണുകയായിരുന്നു. അപ്പോഴാണ് വിവരം മാനേജ്മെന്റിനെയോ PTA അറിയിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. ആവശ്യമായ നഷ്ടപരിഹാരം നൽകാമെന്ന് സ്കൂൾ അധികൃതർ വാഗ്ദാനം നൽകിയെങ്കിലും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത്. ഇതിനിടയിൽ പെൻസിൽ കൊണ്ട് ഉപദ്രവിച്ച കുട്ടിയുടെ അമ്മ വീട്ടിലെത്തി ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിന്റെ മുറിവേറ്റ ഭാഗം ആരുടെയും അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അനുവാദമില്ലാതെ നഗ്നചിത്രം പകർത്തിയതിനെതിരെ കർശനമായ നിയമ നടപടി എടുക്കണമെന്നും സ്കൂൾ അധികൃതരിൽ നിന്നും ഉചിതമായ നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്നും ആവശ്യപ്പെട്ട് കുട്ടിയുടെ പിതാവ് പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്.